പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ബെല്ലടിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്താണ് ലഞ്ചിന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ലഞ്ച് ബ്രേക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കളിക്കാനും കുറച്ച് ടൈം കിട്ടുമല്ലോ. അപ്പോൾ സ്കൂൾ ഡേയ്സിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വൺ ഓഫ് ദി എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് അത് തന്നെ എന്ന് വേണം പറയാം. നമ്മൾ എന്ത് ചെയ്യും, ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോയി ബാഗിൽ നിന്ന് നമ്മൾ ടിഫിൻ ബോക്സ് എടുത്ത് ഡെസ്കിൽ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ നല്ല വാഴയിലക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് ചോറ് കൊണ്ടുവരും. എന്നിട്ട് തുറക്കുമ്പോൾ അതിനകത്ത് നല്ല മുട്ട പൊരിച്ചതും മീൻ വറുത്തതോ തോരൻ നാരങ്ങാച്ചാറ് പിന്നെ ചെറിയ മിൽമാടെ ഒരു ചെറിയ ഡപ്പ ഉണ്ട് ആ സമയത്ത്. അതിനകത്ത് ഇങ്ങനെ തൈരോ അല്ലെങ്കിൽ മോരോ അങ്ങനെ എന്തെങ്കിലും കാണും. ഇവിടെ നമുക്ക് തുറക്കുമ്പോൾ വരുന്നൊരു മണം നമ്മുടെ ലഞ്ച് ബോക്സിനകത്ത് എന്തുണ്ടെങ്കിലും അതുമായിട്ട് ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഇവരുടെ ആ പൊരിച്ചോറുമായിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ലഞ്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഒരു മണമായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ റീസെൻ്റ്ലി ഓഫീസിൽ പോയപ്പോൾ എനിക്കിതൊരു വീണ്ടും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. വീണ്ടും നല്ല ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് വീണ്ടും ഉണ്ടായി. എനിക്ക് തോന്നുന്നു അന്ന് ബിരിയാണിയാണ് മേടിച്ചത്. ഓഫീസിൽ നിന്ന് ബിരിയാണി മേടിച്ച് കഴിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഈ വാഴയിലേക്കകത്ത് കൊണ്ട് ലഞ്ച് അങ്ങോട്ട് തുറന്നു. അപ്പോൾ ആ മണം കിട്ടിയതിനും എന്താണെന്നറിയില്ല, നമ്മൾ മലയാളികൾക്ക് എവിടെ പോയാലും എത്ര കാലമായാലും അത് ആ ഒരു വാഴയിലക്കകത്ത് പൊതിഞ്ഞ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചി ഇതേപോലെ പറയായിരുന്നു ഇങ്ങനെ വാഴയിലക്കകത്ത് പൊതിഞ്ഞ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ ചേച്ചി ഉള്ളത് കൊണ്ട് ഞാനിതൊരു പൊതിച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ നൊസ്റ്റാൾജിക് ആ ഒരു ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ വാഴയിലക്കകത്ത് പൊതിഞ്ഞ പൊതിച്ചോറ് കഴിക്കാൻ പോകുന്നതാണ് വീഡിയോ. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരെണ്ണം പോരല്ലോ, മതി. ഒരെണ്ണം മതിയോ? പിന്നെ നോക്കിക്കോ. ചോറ് കെട്ടാൻ പോവാണ്. അപ്പം ആദ്യം ചോറ്. ചോറ് വെച്ചു. ഇനി പയറ് മെഴുക്ക് പുരട്ടി, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് പയറ് മെഴുക്ക് പുരട്ടി. പിന്നെ പൊതിച്ചോറിനകത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ചമ്മന്തി. മാങ്ങ ഇട്ടരച്ച ചമ്മന്തി, പിന്നെ നാരങ്ങ അച്ചാറ്, പിന്നെ ഒരു മുട്ട പൊരിച്ചത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ ഐറ്റം. പിന്നെ മാങ്ങാച്ചാറും കൂടെ ഉണ്ട്, അതും ഒരു ശകലം വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലെ ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി കെട്ടാം. ഇങ്ങനെ പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. നമ്മുടെ പൊതിച്ചോറിൻ്റെ അകത്ത് ആ മുട്ട പൊരിച്ചത്, ചമ്മന്തി, നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഉണ്ട് രണ്ടും. പിന്നെ നമ്മുടെ തോരൻ,
എല്ലാം കൂടി ഒന്നിങ്ങനെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ആ പറഞ്ഞൊരു മണം കറക്റ്റ് കിട്ടുക കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ലഞ്ച് തുറക്കുമ്പോൾ കിട്ടുന്ന അതേ മണം. പിന്നെ പെട്ടെന്ന് കഴിച്ച് നോക്കാൻ മാത്രം മതി. അപ്പോൾ ഇതിന് കൂടെ ഞാൻ പറഞ്ഞ പോലെ ആ തൈരും കൂടി, തൈര് അല്ലെങ്കിൽ മോരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി. അപ്പം തൈരും, ഇത് തൈരല്ല മോര്, നമ്മൾ മോരെന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ആ നൊസ്റ്റാൾജിയ പറഞ്ഞ പോലെ കുറച്ച് തൈര് നമ്മൾ ഇതുപോലെ ഇതിൽ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു രസം കിട്ടുള്ളൂ. അപ്പം തൈരും കൂടി നമുക്ക് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. കുറച്ച് ചമ്മന്തി, കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, എനിക്ക് തോന്നുന്നു ഈ പൊതിച്ചോറിൻ്റെ അകത്ത് ആ നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് വാഴയിലയായിട്ട് ചേരുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ നാരങ്ങ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റില്ല വാഴയിലക്കകത്ത് പൊതിച്ചോറിൻ്റെ കൂടി കഴിക്കുമ്പോൾ. ഇപ്പോൾ ഈ പൊതിച്ചോറിൻ്റെ നമുക്ക് നോൺ വെജ് ആയിട്ട് അങ്ങനെ നോൺ വെജ് മുട്ട വേണേൽ നോൺ വെജ് ആണെന്ന് വേണേൽ പറയാം. പക്ഷേ കുറച്ച് ബീഫ് ഉലർത്തിയതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മത്തി വറുത്തത്, നത്തൂര്, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ടേസ്റ്റ് കൂടും കേട്ടോ. ഈ പൊതിച്ചോറിന് ടേസ്റ്റ് കൂട്ടുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ വാഴയിലാണ്. വാഴയില വാട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് വെക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഇതിപ്പം നമ്മളൊരു 12 മണിയായതിനും ചോറിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചാണ്ട് ഇപ്പം സമയം ഏകദേശം 2:30 ആവാറായി. അപ്പോൾ എത്രയും കൂടുതൽ നേരം ഇടത്തിരിക്കുന്നോ അത്രയും ടേസ്റ്റും ആ മണവും കൂടി കൂടും. ഓണമൊക്കെ ആറാകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പം വാഴയിലയുടെ ഒക്കെ കാര്യം ഓർക്കുന്നത്. പക്ഷെ ഇപ്പോൾ വാഴയിലക്കകത്ത് വാഴയില കിട്ടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. വാഴയില തന്നെ എക്സ്പോർട്ട് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വാഴയില സംഭവങ്ങളൊക്കെ പുറത്തിട്ട്, എന്നാൽ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഒരു വാഴയിലയൊക്കെ വെട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചോറും കറിയൊക്കെ വെച്ച് പൊതിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇറ്റ്സ് ഡിഫറെൻറ്റ്.